നമസ്കാരം. കേരളത്തിലെ ഭരണ പ്രതിപക്ഷ പാർട്ടികളെ വിമർശിച്ച് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോകത്ത് കമ്മ്യൂണിസം മരിച്ചിരിക്കുകയാണ്, കോൺഗ്രസ് പാർട്ടി രാജ്യത്ത് അസ്തമിച്ചിരിക്കുകയാണ്, ഇനി വരാൻ പോകുന്നത് BJPയുടെ നാളുകളാണെന്ന് അദ്ദേഹം ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. സംസ്ഥാനത്തിന്റെ സാംസ്കാരിക പൈതൃകത്തിന്റെ വികാരങ്ങൾ ഉൾക്കൊണ്ട് വോട്ട് രേഖപ്പെടുത്തണമെന്നും ജനങ്ങളോട് അഭ്യർത്ഥിച്ചു. കാപട്യത്തിന്റെ ആളുകളാണ് ഇന്ത്യ സംഘത്തിലുള്ളത്. സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കേരളത്തിൽ തമ്മിലടിക്കുകയാണ്. എന്നാൽ ഡൽഹിയിൽ ഇവർ രണ്ടുപേരും ഒന്നിച്ചാണെന്ന് അമിത്ഷാ വിമർശിച്ചു. ഇരു കൂട്ടരും ഒന്നിച്ചു നിന്ന് ജനങ്ങളെ കബളിപ്പിക്കുകയാണ്. കേരളത്തെ ആക്രമണങ്ങളിൽ നിന്ന് മുക്തമാക്കുന്ന തെരഞ്ഞെടുപ്പാകും ഇത്തവണ ഉണ്ടാകുകയെന്ന് അദ്ദേഹം പറഞ്ഞു. ആലപ്പുഴയിൽ NDA സ്ഥാനാർത്ഥി ശോഭാ സുരേന്ദ്രന്റെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ പങ്കെടുത്ത് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. കമ്മ്യൂണിസ്റ്റുകാരും കോൺഗ്രസുകാരും പോപ്പുലർ ഫ്രണ്ടിനെ സഹായിക്കുകയാണ്. കോൺഗ്രസ് PFIയുടെ രാഷ്ട്രീയ രൂപമായ SDP പിന്തുണ തേടുന്നു. അവർ അതിനെ എതിർക്കുന്നില്ല. കമ്മ്യൂണിസ്റ്റും ആ പിന്തുണയ്ക്ക് വേണ്ടി നടക്കുകയാണ്. ഇത്തരം ഭീകര സംഘടനകളെ വെച്ച് പൊറപ്പിക്കാൻ നരേന്ദ്രമോദിക്ക് കീഴിലുള്ള സർക്കാർ അനുവദിക്കുകയില്ലെന്ന് അമിത്ഷാ ഉറപ്പു നൽകുന്നു. കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണോ എന്ന് കേരളവും കാശ്മീരും തമ്മിൽ എന്താണ് ബന്ധമെന്നും കോൺഗ്രസ് ചോദിക്കുന്നുണ്ട്. കാശ്മീരിന് വേണ്ടി ജീവൻ നൽകാൻ തയ്യാറായിട്ടുള്ളവരാണ്, അല്ലെങ്കിൽ അതിനായി ആഗ്രഹിക്കുന്നവരാണെന്നും അമിത്ഷാ പറഞ്ഞു. 70 വർഷക്കാലം കോൺഗ്രസ് ആർട്ടിക്കിൾ 370 സംരക്ഷിച്ചു. പ്രധാനമന്ത്രി ഈ ആർട്ടിക്കിൾ റദ്ദാക്കി കാശ്മീരിനെ ഭാരതത്തിന്റെ അവിഭാജ്യ ഘടകമായി മാറ്റിയെന്നും അദ്ദേഹം പറഞ്ഞു. ഈ തെരഞ്ഞെടുപ്പ് മൂന്നാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാകുന്നതിനു വേണ്ടിയുള്ള തെരഞ്ഞെടുപ്പാണ്. 3 കോടി സ്ത്രീകളെ ലക്ഷ്യപ്രാപ്തിയിലാക്കി മാറ്റുന്ന സഹായിക്കുന്ന തെരഞ്ഞെടുപ്പാകുമെന്ന് അമിത്ഷാ പറഞ്ഞു. കാർഷിക രംഗത്തും ഉൽപാദന രംഗത്തും സാങ്കേതിക രംഗത്തും ഭാരതത്തെ ഒന്നാമതാക്കും. എല്ലാ സർവേകളും പറയുന്നത് ഇതാണ്. കേരളം മുഴുവൻ നരേന്ദ്രമോദിയോട് ഒപ്പം ചേർന്ന് മുന്നേറാൻ ഒരുങ്ങുകയാണെന്ന് അമിത്ഷാ പറഞ്ഞു. കേരളത്തിലെ കർഷകരും യുവതിയുവാക്കളും നരേന്ദ്രമോദിക്കൊപ്പം മുന്നേറാൻ തയ്യാറാണ്. കാപട്യത്തിന്റെ ആളുകളാണ് ഇന്ത്യ സംഘത്തിലുള്ളത്. സംഘത്തിൽ ഉൾപ്പെട്ടിട്ടുള്ള കമ്മ്യൂണിസ്റ്റും കോൺഗ്രസും കേരളത്തിൽ തമ്മിലടിക്കുകയാണ്. ഈ തെരഞ്ഞെടുപ്പിൽ വിജയം കൈവരിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ LDFന് ചിഹ്നം തന്നെ നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതേസമയം ഇലക്ഷൻ കഴിയുന്നതോടുകൂടി കോൺഗ്രസിൽ നിന്നും കൂടുതൽ പേർ BJPയിലേക്ക് കൂടുമാറാൻ സാധ്യതയുണ്ട്. കോൺഗ്രസിൽ പ്രവർത്തകർക്ക് വേണ്ട രീതിയിൽ പരിഗണന നൽകുന്നില്ല എന്നതും ചർച്ചാ വിഷയമാണ്. അതുകൊണ്ട് തന്നെയാണ് വീണ്ടും കോൺഗ്രസിൽ കൊടിഞ്ഞുപോക്ക് തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഈ തിരഞ്ഞെടുപ്പോടെ ഇതിൽ എല്ലാം ഒരു വ്യക്തത വരുമെന്ന് ഉറപ്പാണ്. ചിലപ്പോൾ കോൺഗ്രസിന്റെ അംഗബലം തന്നെ കുറയാനുള്ള സാധ്യത ഏറെ കൂടുതലാണ്. കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക.